പശ്ചിമേഷ്യയിൽ നിന്ന് വീണ്ടും ആശങ്കാജനകമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. പലസ്തീൻ ഭൂമിക്ക് മേൽ ഇസ്രായേൽ തങ്ങളുടെ പിടിമുറുക്കുന്ന പുതിയൊരു തന്ത്രത്തെക്കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ലാൻഡ് രജിസ്ട്രേഷൻ എന്ന് കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു അധിനിവേശ രാഷ്ട്രീയമുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെല്ലാം തകിടം മറിക്കുന്ന ഒരു പ്രധാന നീക്കം ഇസ്രായേൽ ഗവൺമെന്റ് നടത്തിയിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിൽ നിർത്തിവെച്ചിരുന്ന ലാൻഡ് രജിസ്ട്രേഷൻ അഥവാ ഭൂമി സർവേയും രജിസ്ട്രേഷനും വീണ്ടും തുടങ്ങാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതെന്താണ് ഇത്ര വലിയ കാര്യമെന്ന് ചോദിച്ചാൽ ഇത് വെറും ഒരു ഓഫീസ് ജോലിയല്ല, മറിച്ച് പലസ്തീനികളുടെ മണ്ണിൽ ഇസ്രായേലിന്റെ അധികാരം ഉറപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിക് മൂവാണ്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ ലാൻഡ് രജിസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാർ രേഖകളിൽ കൃത്യമായി ചേർക്കുന്ന ഒരു പ്രക്രിയയാണിത്. പക്ഷേ വെസ്റ്റ് ബാങ്കിൽ ഇതൊരു വലിയ ട്രാപ്പാണ്. ജോർദന്റെ ഭരണത്തിന് കീഴിലായിരുന്ന കാലത്ത് തുടങ്ങിയ ഈ രജിസ്ട്രേഷൻ 1967 യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് പെട്ടെന്ന് പുനരാരംഭിക്കാൻ കാരണം മറ്റൊന്നുമല്ല, വെസ്റ്റ് ബാങ്കിലെ ഭൂരിഭാഗം പലസ്തീനുകളുടെയും കയ്യിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ഫോർമൽ ആയിട്ടുള്ള ഡീഡ്സ് അഥവാ ആധാരങ്ങളൊന്നും ഇല്ല. തലമുറകളായി അവർ അവിടെ കൃഷി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഔദ്യോഗിക രേഖകൾ കുറവാണ്. ഇത് മുതലെടുത്ത് രേഖകളില്ലാത്ത ഭൂമിയെല്ലാം സ്റ്റേറ്റ് ലാൻഡ്, അതായത് സർക്കാർ ഭൂമിയായി പ്രഖ്യാപിക്കാൻ ഇസ്രായേലിന് സാധിക്കും. ഒരിക്കൽ സർക്കാർ ഭൂമിയായി മാറിക്കഴിഞ്ഞാൽ അവിടെ ഇസ്രായേലി സെറ്റിൽമെന്റുകൾ പണിയാൻ അവർക്ക് എളുപ്പമാകും. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ലോകം പറയുമ്പോഴും ഇസ്രായേൽ ഇത് തുടരുകയാണ്. രേഖകൾ ഹാജരാക്കാൻ പലസ്തീനുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പല പഴയ രേഖകളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെയോ ജോർദൻ ഭരണകൂടത്തിന്റെയോ കാലത്തുള്ളതാണ്. അവ കണ്ടെത്തുക എന്നത് പ്രായോഗികമായി അസാധ്യമാണ്. ഇസ്രായേൽ കോടതികളിൽ അവർക്ക് നീതി ലഭിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാകേണ്ടി വരുന്ന ഒരു ജനതയുടെ രോദനമാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ കേൾക്കുന്നത്. ഇനി നമുക്ക് ആസ്ട്രോ അവാനി നൽകുന്ന ഡേറ്റ പ്രകാരം വെസ്റ്റ് ബാങ്ക് എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. 1993 ഓസ്ലോ കരാർ പ്രകാരം വെസ്റ്റ് ബാങ്കിനെ 3ആയി തിരിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഏരിയ എ ആണ്. ഇവിടെ പലസ്തീൻ അതോറിറ്റിക്കാണ് സിവിൽ സെക്യൂരിറ്റി അധികാരമുള്ളത്. ഏകദേശം 18% ഭൂമി മാത്രമാണിത്. ഇനി രണ്ടാമതായിട്ട് ഏരിയ ബി ആണ്. ഇവിടെ സിവിൽ അധികാരം പലസ്തീനും സെക്യൂരിറ്റി കൺട്രോൾ ഇസ്രായേലിനുമാണ്. ഇത് 22% വരും. ഇനി മൂന്നാമതായിട്ട് ഏരിയ സി. ഇതാണ് ഏറ്റവും നിർണായകം. വെസ്റ്റ് ബാങ്കിന്റെ 60% ഏരിയ സിയിലാണുള്ളത്. ഇവിടെ സിവിൽ കാര്യങ്ങളും സെക്യൂരിറ്റിയും പൂർണ്ണമായും ഇസ്രായേലിന്റെ കയ്യിലാണ്. ഇപ്പോൾ ഇസ്രായേൽ തുടങ്ങാൻ പോകുന്ന ലാൻഡ് രജിസ്ട്രേഷൻ ഈ പറയുന്ന ഏരിയ സിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതായത് ഫലത്തിൽ വെസ്റ്റ് ബാങ്കിന്റെ പകുതിയിലധികം ഭൂമി പലസ്തീനുകൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോവുകയാണ്. ഈ നീക്കം മൂലം പലസ്തീനുകൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ ഭീകരമാണ്. ഒന്ന്, പുതിയ വീടുകൾ പണിയാനോ കൃഷി ചെയ്യാനോ അവർക്ക് പെർമിറ്റ് കിട്ടില്ല. രണ്ടാമതായി, ഇപ്പോൾ താമസിക്കുന്ന വീടുകളിൽ നിന്ന് അവരെ എപ്പോൾ വേണമെങ്കിലും ഒഴിപ്പിക്കാം. ഇത് വെറും ഒരു സാങ്കേതിക വിദ്യയല്ല, മറിച്ചൊരു അനക്സേഷൻ അഥവാ പിടിച്ചെടുക്കൽ തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഈ നീക്കത്തെ വലിയ വിജയമായിട്ടാണ് കാണുന്നത്. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന സമാധാന ചർച്ച ഇനി ഒരിക്കലും നടക്കരുത് എന്ന് ഉറപ്പാക്കുകയാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. വെസ്റ്റ് ബാങ്കിനെ കഷ്ണങ്ങളായി മുറിക്കുന്നതിലൂടെ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന സ്വപ്നം എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം വലിയ ആശങ്കയിലാണ്. UN ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലസ്തീനികളുടെ സ്വത്തവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. എന്നാൽ സുരക്ഷ എന്ന ഒരൊറ്റ കാരണത്തിലാണ് ഇസ്രായേൽ ഈ നടപടികളെ ന്യായീകരിക്കുന്നത്. ഒരു വശത്ത് യുദ്ധം നടക്കുമ്പോൾ മറുവശത്ത് ഇത്തരം ലീഗൽ പ്രൊസീജിയേഴ്സിലൂടെ ഭൂമി സ്വന്തമാക്കുന്നത് ഇസ്രായേലിന്റെ തന്ത്രപരമായ വിജയമായി അവർ കാണുന്നു. വെസ്റ്റ് ബാങ്കിലെ മണ്ണ് മാറുകയാണ്, അവിടുത്തെ നിയമങ്ങൾ മാറുകയാണ്. രേഖകളില്ലാത്ത ജനതയുടെ മണ്ണ് നിയമത്തിന്റെ മറവിൽ പിടിച്ചെടുക്കപ്പെടുമ്പോൾ അത് മറ്റൊരു വലിയ സംഘർഷത്തിന് കാരണമാകുമോ എന്ന് കണ്ടറിയണം. ഇസ്രായേലിന്റെ ഈ ലാൻഡ് രജിസ്ട്രേഷൻ പദ്ധതി പലസ്തീൻ ജനതയുടെ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.